ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ ജൂൺ 21 രണ്ട് വിജയ് സിനിമകളുടെ റീ റിലീസ് അടക്കം കേരളത്തിൽ 6 സിനിമകളാണ് റിലീസ് ചെയ്യുന്നത്. ജൂൺ 22 മറ്റന്നാൾ തളപതി വിജയുടെ ജന്മദിനമാണല്ലോ. അത് പ്രമാണിച്ച് നാളെ ജൂൺ 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പോക്കിരി, തുപ്പാക്കി എന്നിങ്ങനെ 2 സിനിമകളാണ്. കേരളത്തിൽ റീ റിലീസ് ആയിട്ട് 2 സിനിമകളും 50ഓളം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇനി മോളിവുഡിൽ നിന്നും നാളെ റിലീസ് ചെയ്യുന്ന 4 സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഉള്ളൊഴുക്ക് എന്ന സിനിമയാണല്ലോ നാളെ റിലീസ് ചെയ്യുന്ന മലയാളം സിനിമകളിൽ അത്യാവശ്യം മോശമല്ലാത്ത ഹൈപ്പ് നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന് ഇതിനോടകം തന്നെ ബുക്കിങ്ങിലെല്ലാം തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട് നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞതാണ്. പോസിറ്റീവാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ ഡ്യൂറേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 മണിക്കൂർ 3 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. അപ്പോൾ നാളെ സിനിമയുടെ റെഗുലർ ഷോയ്ക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണങ്ങൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. നാളെ റിലീസ് ചെയ്യുന്ന 2ാമത്തെ മലയാളം സിനിമ ഗഗനാചാരി എന്ന സിനിമയാണ്. ഗോകുൽ സുരേഷ്, അജു വർഗീസ്, അനാർക്കലി, ഒപ്പം തന്നെ ഗണേഷ് കുമാർ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ ഒരു സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററി സിനിമ എന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സിനിമയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു പരീക്ഷണ സിനിമയായിട്ട് വരുന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ ഇതിനോടകം തന്നെ 2 തവണയെല്ലാം തന്നെ കൊച്ചിയിൽ നടന്നുവെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആ 2 പ്രിവ്യൂ ഷോസിൽ നിന്നും സിനിമ പോസിറ്റീവാണ് നേടിയെടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഈ പരീക്ഷണ സിനിമ എത്രത്തോളം കൂടുതൽ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുമെന്ന് നാളെ അറിയാനായിട്ട് കാത്തിരിക്കുന്നത്. സിനിമയുടെ ഡ്യൂറേഷൻ 1 മണിക്കൂർ 55 മിനിറ്റ് ആണ്. ധ്യാൻ ശ്രീനിവാസന്റെ പുതിയ മലയാളം സിനിമ കൂടി ഈ മാസത്തിലെ 2ാമത്തെ സിനിമ കൂടി നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന സിനിമയാണ്. 4ാമത്തെ സിനിമയായിട്ട് ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് കോംബോയുടെ നടന്ന സംഭവം തിയേറ്ററുകളിലേക്ക് എത്തുന്നു. വലിയൊരു ഹൈപ്പൊന്നും തന്നെ അത്യാവശ്യം താരനിര ഉണ്ടായിരുന്നിട്ടും സിനിമ ഇതുവരെ നേടിയെടുത്തിട്ടില്ല. നാളെ വരാനിരിക്കുന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കൂ. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഈ വർഷത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ കൽക്കി 2898 AD. അടുത്ത ആഴ്ച ജൂൺ 27 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഡ്യൂറേഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 3 മണിക്കൂറിലധികം സിനിമയ്ക്ക് ദൈർഘ്യമുണ്ട്. സയൻസ് ഫിക്ഷൻ സിനിമയ്ക്ക് 3 മണിക്കൂർ 56 സെക്കൻഡാണ് ആകെ ദൈർഘ്യം. പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ, ഒപ്പം തന്നെ കമലഹാസൻ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് മുംബൈയിൽ നടന്നിരുന്നു. എന്തായാലും കാത്തിരിക്കൂ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ടും ഇനി വരാനിരിക്കുന്ന അടുത്ത ഒരാഴ്ചക്കിടയിലെ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കേട്ടും.